ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു ലീവുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. അതാകുമ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ എൻ്റെ ഒരു അവധി ദിവസം, ജപ്പാനിലൊരു അവധി ദിവസം എങ്ങനെയാണെന്ന്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നൊരു ദിവസം ലീവ് ആയതുകൊണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങാമെന്നൊക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇന്ന് ഹെൽത്ത് ചെക്കപ്പുള്ളൊരു ദിവസമായിരുന്നു. നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇയർലി 2 പ്രാവശ്യം ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എഴുന്നേറ്റു കേട്ടോ. എനിക്ക് നല്ല എൻ്റെ അനിയത്തിക്കും കാര്യങ്ങൾക്കൊക്കെ ഇയർലി 2 പ്രാവശ്യം ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്യണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഏർലി മോർണിംഗ് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു, കാരണം യൂറിൻ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ ഏർലി മോർണിംഗ് തന്നെ ഞാൻ ചെക്കപ്പിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ജപ്പാനിലെ വാഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം യൂറിൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു കുഞ്ഞ് ഡോറുണ്ട്. ആ ഡോറിലൂടെ നമുക്ക് അവിടെ എടുത്ത് വെച്ചാൽ മതി. ഇത് വേറെ ആരുടെയും കയ്യിൽ കൊണ്ട് കൊടുക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ എൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു വീട്ടിലോട്ട് പോകാമെന്ന്. പക്ഷേ ഞാൻ അവിടെ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ജപ്പാനിലെ മൈ നമ്പർ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്ക് കാർഡ് റിന്യൂ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ മുനിസിപ്പൽ ഓഫീസിലേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനു മുമ്പ് ഞാൻ വിചാരിച്ചു മീനൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന്. കാരണം ഇവിടെ അത്യാവശ്യം നല്ല മീനും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഈ ഒരു ഷോപ്പിൽ. അപ്പോൾ എനിക്ക് രാവിലെ ATM ക്യാഷ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ക്യാഷൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഈ ഷോപ്പിലോട്ടേക്ക് പോയിട്ട് ഞാൻ ഫിഷും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇവിടെ ആണെങ്കിൽ നല്ല റേറ്റ് കുറവിന് വലിയ വലിയ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് തിരിച്ച് റൂമിലെത്തി. ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഞാൻ മേടിച്ച് മീനെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ട്. റൂം കലങ്കോലായി കിടക്കുന്നുണ്ട്. നമുക്കിനി എന്തായാലും പോയിട്ട് ഷാക്ഷയിൽ പോയിട്ട് എൻ്റെ മൈ നമ്പർ കാർഡ് ശരിയാക്കിയിട്ട് വരാം. ഓരോ പണികൾ പുറത്ത് പോകുമ്പോൾ കിട്ടുന്നതാണ്. എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഒരു ദിവസം ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. രാവിലെ 7:30 എഴുന്നേറ്റതാണ്. ആൻഡ് അപ്പോൾ പോയതാണ് 8 മണിക്ക്. ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞു, സാധനം മേടിച്ചു, ATM പൈസ എടുത്തു. ഇനി നമുക്ക് കുറേ പരിപാടികൾ കിടക്കുന്നുണ്ട്. അതായത് ഓക്കെ, ലീവ് ദിവസം നമുക്ക് ഇന്നൊന്നും ചെയ്യണമെന്നുണ്ടാവില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ അല്ലാണ്ട് വന്ന സാധനങ്ങളാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് പോയിട്ട് ഇനി ഷാക്ഷോ പോയിട്ട് ആ പരിപാടി തീർത്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ ലെറ്റ്സ് ഗോ ടു വേറൊരു സ്ഥലത്തേക്ക്. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ റൂമിലോട്ടേക്ക് വന്ന് ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിക്കണം. അപ്പോൾ നമുക്ക് പോകാം. ഞാൻ ഒന്നും കഴിച്ചില്ല രാവിലെ തൊട്ടിട്ട്. 11 മണിയാവാനായി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് കൊമ്പനിയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ച് മേടിക്കാൻ പറ്റുമോ. അപ്പോൾ എന്തായാലും പോവാം. നമ്മൾ ഷാക്ഷയിലെത്തിയിട്ടോ. ഇനി നമുക്ക് ഉള്ളിൽ കയറാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. നല്ല ചൂടുണ്ട്, തീവെന്ന്. ഇനി ഞാൻ ഇവിടുത്തെ ഒരു അന്തരീക്ഷം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഭാഗം ഫുള്ളും കാണാനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട്. എനിക്ക് ഈ ഷാക്ഷയിൽ പോകാമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് നാട്ടിലത്തെ മുനിസിപ്പൽ ഓഫീസിലൊക്കെ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പോയില്ല. എനിക്ക് പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലൊക്കെ പോകാൻ പറഞ്ഞാൽ എനിക്ക് അത്രയും ദേഷ്യമാണ് അമ്മേനോട് വരിക. പക്ഷേ പോകേണ്ട സിറ്റുവേഷൻ പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു റീസൺ കിട്ടി ഞാൻ പോടും. അപ്പം തന്നെ പോകും. ഞാൻ നിന്ന് ലേറ്റ് ആകുമെന്ന് ആക്കില്ല. കാരണം ഭയങ്കര സിമ്പിളാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ പോയപ്പോൾ എൻ്റെ ഇവിടുത്തെ പറഞ്ഞു തന്നു ഇവിടെയല്ല, അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വേറൊരു ബിൽഡിങ്ങിലാണെന്നൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. We'll go inside and we'll do whatever the things we have to. ആദ്യം സൈക്കിൾ ഞാൻ അടയ്ക്കാൻ മറന്നു. സൈക്കിൾ അടയ്ക്കേണ്ടത് പോയി കഴിഞ്ഞാൽ സൈക്കിൾ കളവ് പോകും. പക്ഷേ നോക്കാം. ഞാൻ 11:05 ഇവിടെ എത്തുന്നത്. 5:00 11:30 ആകുമ്പോഴത്തേ എൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ പോകുന്നു. ഒരു 10-15 മിനിറ്റ് എനിക്ക് ക്യൂ ഒന്നും ഇല്ല. ജസ്റ്റ് നമ്മളെടുത്തു. നെക്സ്റ്റ് ആൾ തന്നെ ഞാനായിരുന്നു എൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട്. സോ ഇറ്റ് വാസ് സോ ഈസി, സ്മൂത്ത് എനഫ്. ദാറ്റ്സ് വൈ ഐ ലവ് ജപ്പാൻ. എനിക്ക് ജപ്പാനത്തെ ഓഫീസുകളിലൊക്കെ വരെ ഭയങ്കര ഇഷ്ടമായിട്ട്. ബിക്കോസ് ഭയങ്കര ഹംബിളാണ്, ഭയങ്കര പൊളൈറ്റാണ്, ഭയങ്കര കൈൻഡാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അവർ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്തു തരും. നമ്മൾ നാട് പോലെയല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ ഐ ജസ്റ്റ് ലവ് ടു കം. എനിവേ ഇപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. 11:30 ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു.
ഇനി നമുക്ക് റൂമിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം. അതാണ് എൻ്റെ മെയിൻ പരിപാടി. കമ്മലൊക്കെ ഊരേണ്ടി വന്നു കേട്ടോ, ഫോട്ടോ എടുക്കേണ്ടി വന്നു പുതിയ കാർഡ് ഉണ്ടാക്കുന്നതായതുകൊണ്ട്. അപ്പോൾ എൻ്റെ സൈക്കിൾ ഞാൻ ഇവിടെ നിർത്തിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് റൂമിലോട്ട് പോകാം. റൂം കിടക്കുന്ന കോലം എനിക്ക് തന്നെ സഹിക്കുന്നില്ല. നമുക്കിനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട്, ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ ബീൻസാണ് കേട്ടോ, എൻ്റെ ബാൽക്കണിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ബീൻസിൻ്റെ ചെടിയിൽ നിന്ന്. അപ്പം നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് കുക്കിങ്ങൊക്കെ നമുക്ക് എല്ലാവരും ഒന്നിങ്ങനെ ചെയ്യാം. ഞാൻ പൊതുവേ ഇത്ര വൃത്തിയില്ലാത്ത കൂട്ടത്തിൽപ്പെട്ട ഒരാളല്ല കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാണ്, വർക്കും കഴിഞ്ഞ് വന്ന് ഈ പണിയെല്ലാം തീർത്ത് ഇരിക്കാൻ പറ്റുന്നറിയില്ല. സോ അത് വിൻ്റർ കഴിഞ്ഞു. ഈ ഒരു ബാഗ് നിറച്ചും വിൻ്റർ സാധനങ്ങളാണ് കേട്ടോ. ഈ ഒരു ബാഗ് നിറച്ചും ഞങ്ങൾ യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഞാൻ യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ മാസ്ക് ഒക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഞങ്ങൾ മുകളിലോട്ടേക്ക് എടുത്തിച്ചു. പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ഒട്ടും യൂസ് ചെയ്യില്ല ഇങ്ങനെ സാധനം. എനിക്ക് എന്തൊക്കെ ചൂടുകാലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എനിക്ക് ഇഷ്ടമായി. നാട്ടിലോട്ടേക്ക് വരുമ്പോൾ ആർക്കെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കാം. ഇറ്റ്സ് ക്യൂട്ട് റൈറ്റ്. ബാഗാണ്. ദിസ് ഇസ് റിയൽ ഫ്ലവേഴ്സ്. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ മേടിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉണങ്ങിയപ്പോൾ കാണാൻ നല്ല ഭംഗി. അപ്പം ഞാനിത് വെള്ളത്തിലല്ലാണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ഭംഗിയില്ല. ഇറ്റ്സ് ലുക്കിംഗ് ക്യൂട്ട് റൈറ്റ്. ഞാനിങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കുക്കിങ്ങിലോട്ടേക്ക് കിടന്നു. അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. ഒന്നും തോന്നരുത്. ക്ലീനിങ് കഴിഞ്ഞിട്ടാട്ടെ ഫുള്ളും കുക്കിംഗ് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ഫുള്ളും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 2 ടൈപ്പ് ഓഫ് ഫിഷ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇത് എന്ത് മീനാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല കഷ്ണമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇത് ചൂരയാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതേപോലെ തന്നെ അയിലല്ലേ, അതും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയില ഞാൻ ഫിഷ് കറി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു. ഈ ഫിഷ് ഞാൻ വിചാരിച്ചു ഫ്രൈ ആക്കാമെന്ന്. അപ്പോൾ കറി വെക്കാനുള്ളത് കറി വെച്ചു, ബാക്കി പൊരിക്കാനുള്ളത് പൊരിക്കാൻ വേണ്ടിയിട്ട് കയറ്റി ഫ്രിഡ്ജിനകത്ത് വെച്ചു. നല്ല ഉറങ്ങി. പുറത്ത് നല്ല മഴയായിരുന്നു. എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോയതൊന്നും കാണിച്ചു തരാം. ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് ഞാൻ പിന്നെ ഓർക്കുന്നത് നാളെ ഇവിടെ തൈഫൂണല്ലോട്ടാട്ടോ. അപ്പം ഫുള്ളും മഴയും നല്ല കാറ്റൊക്കെ ആയിരിക്കും. പോരാത്ത എനിക്ക് നൈറ്റും കൂടിയാണ്. അപ്പം ഞാൻ ഒന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്ന് വീണ്ടും നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി. കാരണം മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകണ്ടെന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ നമ്മൾ പോകുന്നത് മെയിൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മാത്രമാണ്. അവിടെ പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ട് നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം. നല്ല മഴ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അധികം ചുറ്റി കളിക്കാണ്ട് നേരെ നമുക്കൊരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും മേടിക്കാനുള്ള കുറച്ച് സാധനങ്ങളും വെള്ളവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കണ്ടോ, ജപ്പാനിൽ ഇങ്ങനെയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിൻ്റെ മുന്നിൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് കുട ഇടാം. അതാകുമ്പോൾ ആ വെള്ളം എവിടെയും ഉറ്റി പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ജപ്പാനിൽ ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. പക്ഷേ ഗൈസ്, ഞാൻ ലിറ്ററലി ഞെട്ടിപ്പോയി. ഈ ഒരു ഷോപ്പിനുള്ളിൽ കയറിയപ്പോണ്ടല്ലോ സാധനം എല്ലാം തീർന്നിരിക്കുന്നു. ഇതാണ് ജപ്പാൻകാർ. ഇവിടെ ഒരു ചെറുതായിട്ടൊരു ജിഷിനോ എർത്ത് ക്യുക്കോ അതേപോലത്തെ എന്തെങ്കിലും ഒരു അലേർട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാണ്ടല്ലോ എല്ലാ സാധനവും കാലിയായിരിക്കും. ഇതെല്ലാം ഇവർ എടുത്തുകൊണ്ട് പോയി. അതും ജസ്റ്റ് ഒരു ദിവസത്തിൻ്റെ പേരിലാണല്ലോ എന്ന് ഓർത്തപ്പോൾ ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ്. ഒരു സാധനം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കൈ കിട്ടുന്ന എന്തൊക്കെയോ അതൊക്കെ വാങ്ങിക്കൂട്ടി നമ്മൾ വന്നു. ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കൊമ്പിനി പോയി 7-Eleven പോയി. നമ്മൾ ഇനി റൂമിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതോടെ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നല്ല മഴ ഉണ്ട്. ഇനി വേഗം പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളോട് പോകുന്നത്. നാളെ നമുക്കിവിടെ ടൈഫൂണാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റില്ലാന്ന് തോന്നുന്നു. നാളെ പണിയുണ്ട്, എന്നെ കൂട്ടാൻ വരും. ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ. അപ്പോൾ 7-Eleven വന്നിട്ടാണ് പിന്നെ നമ്മൾ ബ്രെഡും കാര്യങ്ങളും ഉള്ളത് എന്തൊക്കെയോ അത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ 2 ഐസ്ക്രീം ഉണ്ട്. ഈ 2 ഐസ്ക്രീം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫയൽ ഫ്രീ കിട്ടുന്ന എൻ്റെ അനിയത്തി പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ അത് മേടിക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞാനൊരു കുക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ് കുക്കിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോക്ലേറ്റ് കുക്കിയൊക്കെ മേടിച്ച് ഇതെല്ലാം കഴിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ വേഗം റൂമിലോട്ടേക്ക് വന്നു. അപ്പോൾ ഇതാണ് ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 10 മണിയായി ഇവിടെ സമയം. ഞാനിപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇനി നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. സോ ബൈ ബൈ, ടാറ്റാ.